കയ്യിൽ. പണ്ഡിതരാമ, അപരാഹ്ന സൂര്യൻ നീങ്ങുന്നത് നീ കണ്ടുവോ? ആ നിഴൽ ഈ പാതയിൽ പതിക്കുമ്പോൾ ഈ പ്രദേശമാകെ ഭീകരമായൊന്നു കുലുങ്ങും. ഒറ്റയാന്റെ വരവാണത്. കൊല വിളിച്ചെത്തുന്ന ആ കൊലക്കൊമ്പന്റെ ചവിട്ടേറ്റ് നിന്റെ തല ചന്ന ഭിന്നമാകും. ജീവിതം മായാഗ്രസ്തവും മരണം മായാമുക്തവുമല്ലേ രാമ? ഇതാ ഇവിടെ ഈ തഥാചാര്യൻ നിനക്ക് മുക്തി നൽകുന്നു. നിന്റെ മൃത്യു സത്യമാക്കുന്നു, ഉറപ്പാക്കുന്നു. ഇനി നിന്നെ ഈശ്വരന് പോലും രക്ഷിക്കാനാവില്ല രാമ. അല്ലെങ്കിൽ എവിടെ ഊരാൻ? തമ്പി വിട്ടുപോയില്ലേ? കഷ്ടം. വികട പണ്ഡിത, ഇത് നമ്മുടെ മുന്നറിയിപ്പ്. പിറന്ന നിന്റെ ഈ ജന്മത്തിലോ വരും ജന്മത്തിലോ അബദ്ധത്തിൽ പോലും നീ നമ്മെ കണ്ടുമുട്ടരുത്. ഗുരുവേ, ചിന്നപ്പടി കേട്ടില്ലേ? അത് ഒറ്റയാന്റെ വരവാണ്. ദുശകുനങ്ങൾ പതിയിരിക്കുന്ന ഈ പാതയിൽ നിന്റെ മരണമിതാ ഒരു അപരാഹ്ന നിഴലായി കടന്നു വരുന്നു. മതഗജത്തിന്റെ ചവിട്ടേറ്റ് തല ചതഞ്ഞരഞ്ഞും മരിക്കാൻ. അടിയന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. കൃഷ്ണദേവരായരുടെ വിദ്വത്സവം അലങ്കരിക്കുമെന്നും ലോകമറിയുന്ന പണ്ഡിതനാകുമെന്നുമുള്ള അവിടുത്തെ വരം നിഷ്ഫലമോ ദേവി? ഇതാ മതയായുടെ ചിഹ്നം വിളി കേട്ടില്ലേ? അവരാന്റെ നിഴലും അടുക്കാറായി. ഈ അത്യാപത്തിൽ നിന്നും ഈ സാധുവിനെ രക്ഷിക്കണേ മഹാമായേ. അമ്മേ, മൃത്യുഭയത്താൽ അടിയന്റെ ബോധം മങ്ങുന്നു. വിരാജിതവാണി ജ്ഞാനാനന്ദമയി ഗീർവാണി വേദോഹൃദയ വികാസകരി ശ്രീ വേദസുതാംബുതിജാതേ മായേ ഇരുകൈ കൊട്ടിത്താളമുതിർത്തരുതെര നടനം ചെയ്തു മഹേഷി സ്പന്ദന ശിഥിലിത കുണ്ടല ജടിലേ. സ്വാമി, സ്വാമി, ധ്യാനത്തിൽ നിന്നും ഉണർന്നാലും അല്ല, അങ്ങെന്തിനാണ് ഇത്തരത്തിൽ കുഴിയിൽ മണ്ണ് മൂടി ധ്യാനിച്ചു നിൽക്കുന്നത്? അലക്കാരാ, എന്റെ മുതുകിൽ നിങ്ങൾക്കുള്ളതുപോലെ വലിയൊരു കൂനുണ്ട്. അത് മാത്രവും ഈ കൂൻ
കൂന് കാരണം നടക്കാൻ പോലും പ്രയാസമാ. അങ്ങനെ ഇരിക്കെ പരിഹാരം തേടി ഒരു ദിവ്യന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം കൂന് മാറാനുള്ള ഉപായം പറഞ്ഞു തന്നു. അതെയോ? എന്താണ് ആ ഉപായം? പറയാം. ഔഷധ മണ്ണ് നിറഞ്ഞ ഈ ആനത്താരി ഈ വിധം നിന്ന് അദ്ദേഹം ഉപദേശിച്ച മന്ത്രം ചൊല്ലിയാൽ മുതുകിലെ കൂന് അപ്രത്യക്ഷമാകുമത്രേ. അപ്പോൾ ഇങ്ങനെ നിന്നാൽ എന്റെ കൂന് മാറുമല്ലേ? പിന്നെ അതിനെന്താ ഇത്ര സംശയം? ഇപ്പോൾ അങ്ങയുടെ കൂനിന് എന്തെങ്കിലും മാറ്റം? ഈ നിലയിൽ നിൽക്കുമ്പോ അതെങ്ങനെ അറിയാനാ? നമ്മെ ഈ കുഴിയിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കും. ദിവ്യന്റെ പ്രവചനം സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ സഹായിക്കാം. എനിക്കും പ്രയോജനമുള്ള സംഗതിയല്ലേ. അത്ഭുതം, ദിവ്യാത്ഭുതം. എന്റെ കൂന് പൂർണ്ണമായും അപ്രത്യക്ഷമായി. നോക്കിയാലും നോക്കേ, എന്റെ പുറം നോക്കിയാലും ഇപ്പോൾ യാതൊരുവിധ വളവുമില്ലല്ലോ. എനിക്ക് സമാധാനമായി, സന്തോഷം. അതെ സ്വാമി, അതെ സ്വാമി, എല്ലാം മാറിയിരിക്കുന്നു, എല്ലാം മാറിയിരിക്കുന്നു. കൂനൻ കൂനൻ എന്ന് നാട്ടുകാരുടെ വിളി കേട്ട് ജീവിതം അടുത്തവനാ ഞാൻ. ഇതിൽ നിന്നും ഒരു മോചനം എനിക്ക് വേണം. വൈകാതെ എന്നെ ഈ കുഴിയിൽ ഇറക്കി മണ്ണ് മൂടി മന്ത്രോപദേശം നൽകിയാലും. ശരി ശരി, വരൂ വരൂ. എന്റെ കൈ ബലമായി പിടിക്കും. ഓം ജഗദാംബികേ നമ, ഓം ജഗദാംബികേ നമ. ഉച്ചാടയ ഉച്ചാടയ കൂനേ മാറിപ്പോ. ഓം ജഗദാംബികേ നമ. കൂനേ മാറിപ്പോ. ഇവനാരാ? രാമനെവിടെ? നമ്മളെല്ലാം വിഡ്ഢികളാക്കി അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അടിയന്റെ കൂന് നിവർത്തി തരാമെന്ന് പറഞ്ഞ് അവനെന്നെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. അവൻ വീണ്ടും നമ്മെ അപമാനിച്ചിരിക്കുന്നു. ഇനി അവന്റെ സർവനാശം കാണാതെ നമുക്ക് ഉറക്കമില്ല. വേഗം വേഗം, ആനക്കൂട്ടം എത്തും മുമ്പ് ഇയാളെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്താം. വേഗം രക്ഷപ്പെടുത്തന്നെ. ഞങ്ങൾ ഇവിടെ നിൽക്കുമല്ലോ, ഇപ്പൊ എടുക്കാൻ കരയിലോട്ട്. അടങ്ങ് അടങ്ങ്, മണ്ണങ്ങോട്ട് മാറ്റി മാറ്റാൻ. രാമനെ കാളീചരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച തഥാചാര്യന്റെ കുബുദ്ധിയെ കുശാഗ്രബുദ്ധി കൊണ്ട് മറികടന്ന തെനാലിരാമൻ മാതങ്കി കാരുണ്യത്തോടെ മരണത്തിന്റെ കരാളഹസ്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വിജയനഗര സാമ്രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച കാളീചരന്റെ രേഖാചിത്രം കാട്ടി വിളംബരം ചെയ്ത് തുറുങ്കലടയ്ക്കുവാൻ മഹാരാജാവ് കൽപ്പിച്ചു. ഇന്ന് മഹാരാജ കൃഷ്ണദേവരായരുടെ ആട്ടപ്പിറന്നാൾ. വിജയനഗര സാമ്രാജ്യം പിറന്നാൾ ആഘോഷ ലഹരിയിലാണ്. ഏതു വിധേനയും രാജാവിന്റെ പ്രീതി സമ്പാദിക്കുവാനുള്ള മാർഗം തേടി തെനാലിരാമൻ വേഷപ്രച്ഛന്നനായി നർത്തകരോടൊപ്പം ഉദ്യാന മണ്ഡപത്തിൽ എത്തിച്ചേർന്നു.
അതിസുന്ദരം. താങ്കളുടെ ഗാനവും ഇവരുടെ നൃത്തവും നമ്മെ ആനന്ദ പുളകിതനാക്കിയിരിക്കുന്നു. അടിയനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജന്മദിനം ഒരു വരദാനം തന്നെയാണ്. ഏറെ കാണാൻ കൊതിച്ച ഈ ദിവ്യരൂപം അരികിൽ നിന്ന് കാണുവാനുള്ള ഭാഗ്യം അടിയന് ലഭിച്ചു. ഇത്രയും ദൈവസൗഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും നിരൂപിച്ചില്ല. അതെ, മഹാഭാഗ്യം. അടിയന് ജന്മസാഫല്യം. ഇത്രയും ഭവ്യതയോടെ നമ്മെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന താങ്കൾ ആരാണ്? അവിടുത്തെ കേവലനായ ഒരു പ്രജയാണ് അടിയൻ. നാമം തെനാലി രാമൻ. തിരുമനസേ, ഒരു നിമിഷം. ഇവനാണ് ആനത്താരിൽ നിന്ന് നമ്മെ കബളിപ്പിച്ച് കടന്ന കൊള്ളക്കാരൻ കാളീചരൻ. അതെ അതെ, കാളീചരൻ. ഇവൻ വിജയനഗരത്തിന്റെ അപമാനം. അയ്യോ, അല്ല തമ്പുരാനെ, അടിയൻ കാളീചരനല്ല, രാമനാണ്. രാമൻ തെനാലിയിൽ നിന്നും അങ്ങേ ഒരു നോക്ക് കാണാൻ കൊതിച്ചെത്തിയ ഒരു സാധു ബ്രാഹ്മണൻ. എന്നോട് പകവീട്ടാൻ ആചാര്യൻ കള്ളം പറയുകയാണ്. അല്ല തിരുമനസേ, ഇവൻ കാളീചരൻ തന്നെയാണ്. കൊട്ടാരപ്പുറയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണ്ണക്കിഴികളിൽ ഒന്ന് ഇവന്റെ ഭാണ്ഡത്തിൽ നിന്നും എടുത്തത് ഈ ഞാനാണ്. പശ്യന്ത വിജന പശ്യന്ത വിജന പശ്യതി മൂഢ ഉദര നിമിത്തം ബഹുകൃത വേഷം. ഇതൊക്കെ ഇവന്റെ വേഷം കെട്ടലാണ് തിരുമനസേ. ഈ കാളീചരനെ പരമാവധി ശിക്ഷ കൽപ്പിച്ചാലും. അയ്യോ, ഇത് നുണയാണ് തമ്പുരാനെ, ഇത് നുണയാണ്. കെട്ടിച്ചമച്ച പെരും നുണ. മാതങ്കി ദേവിയാണ് സത്യം. നിർത്തുക. ഇനി ആ നാവ് ചലിക്കരുത്. സത്യമോ മിഥ്യയോ, ആചാര്യ തഥാചാര്യ പുരോഹിതന്റെ വാക്കുകൾ നമുക്ക് വേദവാക്യമാണ്. അത് നാം അവിശ്വസിക്കുന്നില്ല. കൊട്ടാരപ്പുരയിൽ കയറി സ്വർണ്ണക്കിഴി കട്ടെടുത്ത് ഈ പെരുങ്കള്ളനെ മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുക. ആര്യപുത്രനെ എല്ലാ ഭാഗത്തും അന്വേഷിച്ചു. ഒടുവിൽ ദാസി പറഞ്ഞു അങ്ങ് ഇവിടെ ഉണ്ടെന്ന്. നമ്മുടെ മനസ്സ് ഏറെ കലുഷിതമാണ് റാണി. വിചാരണ കൂടാതെയുള്ള വിധി തെറ്റായി പോയോ എന്നൊരു സംശയം. അതെ, അത് നമുക്കും തോന്നാതെയല്ല. അയാൾ കാളീചരനാണോ അതോ തെനാലിരാമനാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം മതിയായിരുന്നു ശിക്ഷാവിധി. സ്വച്ഛന്തമായൊന്ന് ഉറങ്ങിയിട്ട് നാളുകളേറെയായി. അപരാധബോധം ഉമിത്തി പോലെ നമ്മുടെ മനസ്സിനെ ദഹിപ്പിക്കുന്നു. തെനാലി ഗ്രാമത്തിലേക്ക് അന്വേഷണാർത്ഥം അങ്ങയുടെ വിശ്വസ്തരെ അയക്കാമായിരുന്നില്ലേ? മറ്റാരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് മന്ത്രിയെ തന്നെ സത്യാവസ്ഥ അറിഞ്ഞു വരുവാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് നാം ഇവിടെ. മന്ത്രി, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം? അങ്ങയുടെ വിധി പിഴച്ചു തമ്പുരാനെ. താങ്കൾ പറഞ്ഞു വരുന്നത്? കാരാഗ്രഹത്തിൽ അടച്ചത് കാളീചരനെ അല്ല, പിന്നെ രാമനെ. തെനാലി ഗ്രാമത്തിലെ വേദപണ്ഡിതനായ ഗാർലപതി രാമയുടെ മകൻ തെനാലി രാമനെ.
തെറ്റുവോ നമ്മുടെ കൽപ്പന? ഒരു നിരപരാധിയെയാണല്ലോ അപരാധിയായി മുത്തിൽ കുത്തി നാം തുറങ്കിലടച്ചത്. മഹാരാജൻ, കാളീചരനെ ബന്ധിച്ച തടവറ തീ പിടിച്ച് കത്തി അമരുന്നു. മഹാരാജൻ, നമ്മുടെ തെനാലിരാമൻ തിരുമനസേ, തടവറയുടെ ഇടനാഴിയിൽ അഗ്നിയും പുകയും സംസാര താണ്ഡവമാടുന്നു. ഇതിൽപ്പെട്ടവർ രക്ഷപ്പെട്ടോ വെന്ത് വെണ്ണീറായോ അറിയില്ല തമ്പുരാനെ. തെനാലിരാമൻ തീപ്പെട്ടുവോ? ബ്രഹ്മഹത്യാഭാവം നമ്മയും ഗ്രസിച്ചുവോ? അഗ്നിയിൽ വെണ്ണീറായെന്ന് ഉറപ്പുള്ള ആത്മാവിന്റെ ശാപത്തിൽ നിന്നും വിജയനഗരത്തിന് മോക്ഷമുണ്ടാകില്ലേ? സഭാപ്രമുഖന്മാരെ, ഏറെ നാളുകൾക്ക് ശേഷം ചക്രവർത്തി സഭയിൽ എഴുന്നള്ളിയ ദിവസമാണ് ഇന്ന്. മാത്രവുമല്ല, തെനാലിരാമനെ കുറിച്ച് ഓർത്ത് ആ മനസ്സേറെ കലുഷിതവുമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ രക്ഷാസ്തംഭമായ അങ്ങ് മനോബലം കൈവടിയാതെ ഞങ്ങളെ നയിച്ചാലും. തഥാചാര്യരെ, രാമനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രവചനത്തിൽ എങ്ങനെ പാകപ്പെട്ട് സംഭവിച്ചു എവിടെയോ ഒരു താളപ്പിഴ സംഭവിച്ചു തിരുമനസേ. അതോർത്ത് അങ്ങ് വിഷമിക്കേണ്ട. ഈ ബ്രഹ്മഹത്യാഭാവം തീരാൻ നമ്മുടെ കയ്യിൽ പരിഹാരക്രിയകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നാമായിട്ട് ആവലാദികളുമായി പ്രജകളാരോ പരാതി മണി മുഴക്കുന്നുണ്ടല്ലോ. അവരകത്തേക്ക് കടത്തിവിട്ടാലോ? നിങ്ങൾക്ക് ആവലാദികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാജസന്നിധിയിൽ ബോധിപ്പിക്കാം. മഹാരാജൻ, ഞങ്ങൾ 3 പേരും ഒരമ്മ പെറ്റ മക്കളാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പിതാവ് മരണപ്പെടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ തുല്യമായി പങ്കുവച്ചെടുത്തു. പക്ഷേ ആ ഒരെണ്ണം മാത്രം വീതം വയ്ക്കുവാൻ കഴിയുന്നില്ല പ്രഭു. അതിന് കാരണം ഞങ്ങളുടെ പിതാവിന്റെ കൈവശം ഉണ്ടായിരുന്ന 17 ആനകളിൽ പകുതി എനിക്കും 1/3 പങ്ക് രണ്ടാമത്തെ സഹോദരിയായ ഇവൾക്കും, അതിൽ 1/3 പങ്ക് മൂന്നാമത്തെ ഈ സഹോദരിക്കും വീതം വെക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആനകളുടെ എണ്ണം 17 ആയതുകൊണ്ട് അവയെ കൊല്ലാതെ വീതം വയ്ക്കാൻ ന്യായാധിപന്മാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലാ ആനകളെയും കണ്ടുകെട്ടി രാജസ്വം വക ആനപ്പാളയത്തിൽ എത്തിക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടിരിക്കുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിച്ച് ഞങ്ങളുടെ ആനകളെ വീതിച്ചു നൽകാൻ തിരുവുള്ളം കനിയണമെന്ന് അപേക്ഷിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിൽ നീതിക്ഷയമോ? അസാധ്യം. ന്യായം ന്യായമായി തന്നെ നടപ്പിലാക്കും. മന്ത്രിസത്തമ, ഇതിലെന്താണ് അങ്ങയുടെ തീർപ്പ്? ചിന്തിച്ചിട്ട് ഒരു അന്തവുമില്ല രാജൻ. വീതം വെക്കേണ്ടത് 17 ആനകളെ. അതിൽ പകുതി മൂത്ത സഹോദരന്, അതായത് 8.5 ആനകൾ. ബാക്കി വരുന്നതും 8.5 ആനകൾ. ഇവർ പറയുന്ന കണക്ക് വെച്ച് നോക്കിയാൽ ആനകളെ കൊല്ലാതെ വീതം വയ്ക്കുവാൻ നിർവാഹമില്ല തിരുമനസ്സേ. ആചാര്യരെ, അങ്ങയുടെ അഭിപ്രായം?
മരണപ്പെട്ട ഇവരുടെ പിതാവ് മണ്ടനല്ല പ്രഭു, അതിബുദ്ധിമാൻ. ആനകൾ രാജകൊട്ടാരത്തിന് ലഭിക്കാൻ വേണ്ടിയാണ് ആരാലും പങ്കുവെക്കാനാവാത്ത സംഖ്യ ചേർത്ത് അയാൾ വിൽപത്രം എഴുതി വെച്ചത്. ആ ദീർഘവീക്ഷണത്തെ നാം ആദരിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ആനകളെ കൊട്ടാര സ്വത്തിൽ ചേർക്കാൻ ഉത്തരവിട്ടാലും തിരുമനസേ, ഇത് അനീതിയാണ്, ഇത് ന്യായവിധിയുമല്ല. പിതാവിന്റെ സ്വത്തുവകകൾക്ക് അവകാശം മക്കൾക്കാണ്. രാജസഭയുടെ വിധിന്യായത്തെ ചോദ്യം ചെയ്യാൻ കൽപ്പുള്ള നീ ആര്? എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പരദേശി. ന്യായമറിയുന്നവൻ, കരുണ ചൊരിയുന്ന ഈ രാജസഭയുടെ മേന്മ അറിയുന്നവൻ. ഈ തർക്കത്തിന് സമാധാനം കണ്ടെത്താൻ താങ്കൾക്ക് കഴിയുമോ? കഴിയും തമ്പുരാനെ. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ കടുത്ത ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. അറിയാം ആചാര്യരെ, അങ്ങയുടെ പക്കൽ ശിക്ഷയ്ക്ക് പഞ്ഞമില്ലല്ലോ. മഹാമന്ത്രി, അവിടുന്ന് എനിക്ക് കുറച്ച് കളിയാനപ്പാവകൾ നൽകിയാലും. ഇതാ മനോഹരമായ 17 ആനകൾ നിരന്നു നിൽക്കുന്നു. ഇവർ 17 പേർ, ശരിയാണല്ലോ? അതെ, അതെ. ഇനി സങ്കടകരമായ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലേക്കായി മഹാരാജാവ് കൊമ്പനാനപ്പുറത്ത് എഴുന്നള്ളി വരുന്നു. ഈ വരവ് കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ? ഇല്ല. മഹാരാജാവ് തന്റെ ആനയെയും ഈ കൂട്ടത്തിൽ വെച്ച് വീതം വെക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടോ? പരാതിയൊന്നുമില്ല. സാധ്യമല്ല. തിരുമനസിന്റെ ആനയെ ഇതിൽ ചേർത്ത് വെച്ച് വീതം വെക്കാൻ നാം സമ്മതിക്കില്ല. ആചാര്യരെ, ഇവിടെ 17 ആനകൾ മാത്രമേ വീതം വെക്കുന്നുള്ളൂ. ഇപ്പോൾ മൊത്തം എത്ര ആനകൾ ഇവിടെ ഉണ്ട്? 17 ആനകൾ അല്ല, 18 ആനകൾ. ഇതിൽ മൂത്ത മകനായ നിങ്ങൾക്ക് നേർപകുതി ആനകളെ അല്ലേ വേണ്ടത്? അതെ, അതായത് 9 ആനകൾ. ഇതാ, ഈ 9 ആനകളെ സ്വീകരിച്ചാലും. രണ്ടാമത്തെ സഹോദരിക്ക് ഈ 18 എണ്ണത്തിന്റെ 1/3 ഭാഗം, അതായത് 6 ആനകൾ. ശരിയല്ലേ? അതെ, ശരിയാണ്, 6 ആനകൾ. ഇതാ സഹോദരി, നിങ്ങൾക്ക് അവകാശപ്പെട്ട 6 ആനകൾ. ഇനി ഈ ഇളയ സഹോദരിക്ക് ആ 6-ൽ 3/1 പങ്ക്, അതായത് 2 ആനകൾ. ശരിയാണല്ലോ? അതെ. സ്വീകരിച്ചാൽ. അങ്ങനെ 17 ആനകളെയും വീതിച്ച് നൽകി. ഇനി അവശേഷിക്കുന്നത് മഹാരാജാവിന്റെ ആന മാത്രമാണ്. പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ മധ്യസ്ഥനായി വന്ന രാജാവ് തന്റെ ആനപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് വിടകൊള്ളുന്നു. ഇതാ അരകന്റെ ആന. നിങ്ങളുടെ പ്രശ്നത്തിന് ന്യായമായ പരിഹാരം ലഭിച്ചല്ലോ. ഇനി എന്തെങ്കിലും പരാതി? ഇല്ല, പരാതികളൊന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷായി. തമ്പുരാനെ, ഈ ആനത്തർക്കം ഇവിടെ അവസാനിച്ചു. അഭിനന്ദനീയം, അവർണ്ണനീയം. ദുർഘടമായ ഒരു വലിയ സമസ്യക്ക് എത്ര ലാഘവത്തോടെയാണ് താങ്കൾ പരിഹാരമുണ്ടാക്കിയത്. നമ്മുടെ ആസ്ഥാന സദസ്സിന്റെ ഹൃദയം കവർന്ന താങ്കൾ ആരാണ്? ഏത് ദേശത്തു നിന്നും വരുന്നു? വെളിപ്പെടുത്തിയാലും. തമ്പുരാനെ, അടിയൻ രാമൻ, തെനാലി രാമൻ.
ഞങ്ങളെ ശിക്ഷിക്കാൻ വിധിച്ചതിൽ അതിയായ ദുഃഖമുണ്ട്. പ്രായച്ചിത്തമായി നാം എന്താണ് നൽകേണ്ടത് രാമ? ഏയ്, ഒന്നും വേണ്ട തിരുമനസ്സേ. അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം, അത് മാത്രം മതി ഈ രാമന്റെ ജീവിതം സഫലമാകാൻ. അങ്ങ് മടങ്ങി വന്നല്ലോ. ഇതിൽ പരം ആനന്ദം എനിക്കെന്ത്? തെനാലിയിലെ പണ്ഡിതരത്നമേ, നിങ്ങൾക്കെന്റെ നിതാന്ത സൗഹൃദം. പുകൾപെറ്റ പണ്ഡിതരെ, കീർത്തിയാർജിച്ച വിജയനഗര വിദ്വൽ സദസ്സിലെ അഷ്ടരത്നങ്ങളിൽ തെനാലി രാമൻ ഒരവവും രത്നാലങ്കാരമായിരിക്കും. ബുദ്ധിയിൽ ഫലിതവും ഫലിതത്തിൽ കൗശലവും പ്രകടിപ്പിക്കുന്ന സകല കലാവല്ലഭനായ തെനാലി രാമനെ ആസ്ഥാന വിദൂഷക പട്ടം നൽകി നാം ആദരിക്കുന്നു. കറുത്തതും വെളുത്തതുമായ പക്ഷങ്ങൾ നിവർത്തി